ഓണരുചികളിൽ അഞ്ചാമത്തെ വിഭവം പരിചയപ്പെട്ടാലോ? അതെ, ബീട്രൂട്ട് കിച്ചടി. ഇലയിലെ സദ്യയിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണുടക്കുന്ന ഒരു കറി. കാരണം വേറൊന്നുമില്ല, അതിൻ്റെ കളറ് തന്നെ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. ഒരു 6-7 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഓണരുചികളിലെ എല്ലാ വിഭവങ്ങളും ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഒരേ ഒരു ബീട്രൂട്ടാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മതിയാകും നമുക്ക് ഒരു 6-7 പേർക്ക് സദ്യയ്ക്ക് കഴിക്കാൻ. ഈ ഒരു ബീട്രൂട്ട് തന്നെ ധാരാളം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയും വെള്ളം മതിയാകും അത് വേകാനായിട്ട്. നമ്മളിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു മുഴുവൻ തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ട് അത് ചിരണ്ടിയെടുത്തു. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചേർത്തു. 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി. ഇനി നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറ് കൂടി കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിക്കാം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടുന്നവരെ നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ചൊന്ന് കുറുകി വരുന്ന പരുവം, ഏകദേശം ഈ പരുവമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഇപ്പോൾ ചട്ടിക്ക് നല്ല ചൂടാണ്. ആ ചൂടോടുകൂടി നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ തീ ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമ്മൾ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കണം. ഒരു 200 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് തൈരോളം നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത തൈരാണ്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ തൈര് ചൂടായിക്കോളും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. കളറൊക്കെ നല്ല പാകമായി. ഇനി നമ്മൾ അതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. കുറച്ച് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കടുകും ഇട്ട് താളിച്ച് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്കിത് സദ്യയിൽ ഒഴിവാക്കാനേ പറ്റാത്തൊരു കറിയാണ് ബീട്രൂട്ട് കിച്ചടി. എല്ലാ കറികളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഞാൻ എല്ലാ കറികളും തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് വരുന്ന വീഡിയോസിലൂടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഓണ വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.